എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജയ്ഹോയാണെങ്കിൽ ജിയനെ കണ്ട് സംസാരിക്കുന്ന കാണിച്ചുകൊണ്ടാണ്. അവിടെ നമ്മുടെ ജയ്ഹോയാണെങ്കിൽ ജിയടുത്ത് ഒരുപാട് പറയും, നീ എന്തെങ്കിലും പറ എന്നാൽ മാത്രം ഈ കല്യാണം നിർത്താൻ പറ്റൂ എന്ന്. എന്നാൽ നമ്മുടെ ജിയാണെങ്കിൽ അതൊന്നും കേൾക്കാൻ റെഡി ആവത്തില്ല. പെട്ടെന്ന് അവൾ പറയും, ഹാസിനി എന്നെ അവളുടെ അടുത്ത് വിളിച്ചിട്ടുണ്ട്, ഞാൻ അവളുടെ അടുത്തേക്ക് പോകുക എന്ന്. അപ്പോൾ നമ്മുടെ ജയ്ഹോയ്ക്ക് അവളെ തടയാൻ പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ജിയ അവിടെ നിന്നും പോവും. സത്യത്തിൽ ഹാസിനിയുടെ ആൾക്കാർ അവിടെ അവളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ജയ്ഹോ ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആലോചിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് നമ്മുടെ ജിയേനെയാണെങ്കിൽ ജയ്ഹോയുടെ അമ്മയുടെ ആൾക്കാർ വന്നിട്ട് തട്ടിക്കൊണ്ടു. സത്യത്തിൽ നമ്മുടെ ഹാസിനിയുടെ ആൾക്കാരാന്ന് പറഞ്ഞ് വന്നത് ജയ്ഹോയുടെ അമ്മയുടെ ആൾക്കാർ തന്നെയായിരുന്നു. അവർ നമ്മുടെ ജിയനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവളുടെ ഒരു ഫോട്ടോയും എടുത്ത് ജയ്ഹോയ്ക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് ജയ്ഹോയുടെ അമ്മ പറയും, ഇവളെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നീ വേഗം തന്നെ കല്യാണത്തിന് പോകണം എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ ജയ്ഹോ ജിയയ്ക്കൊന്നും പറ്റരുതെന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ആ ചർച്ചിലോട്ട് ചെല്ലും. അങ്ങനെ അവിടെ ചെല്ലുന്നതും നമ്മുടെ ഹാസിനി അവിടേക്ക് വന്നിട്ട് ഈ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അതായത് മാരേജിൻ്റെ അവിടെ നിൽക്കുന്ന അച്ഛനാണെങ്കിൽ ഇവർക്ക് ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും കല്യാണത്തിൽ ഓക്കെ അല്ലേ എന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാസിനിയാണേ പറയും, എനിക്ക് ഓക്കെ അല്ല, ഞാൻ ഈ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന്. സത്യം പറഞ്ഞ് ഇത് കേൾക്കുന്ന അവിടെ നിൽക്കുന്ന എല്ലാവരും ഭയങ്കര ഷോക്കായി പോകും. കൂടെ തന്നെ അച്ഛൻ ചോദിക്കും, നിങ്ങളുടെ രണ്ടുപേർക്കും പെർമിഷനൊക്കെ ചോദിച്ചിട്ടല്ലേ ഇപ്പം കല്യാണം വരെ എത്തിയത്, ഇപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഹാസിനി പറയും, എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെയുള്ള ഒരുപാട് ആൾക്കാർക്കും ഈ കല്യാണത്തിന് വലിയ താല്പര്യമില്ല. ഞാനാണെങ്കിൽ ജയ്ഹോനെ കണ്ട് ഇഷ്ടപ്പെട്ട് അവരോട് ഹാപ്പി ആയിട്ടിരിക്കാമെന്ന് പറഞ്ഞാൽ ഈ കല്യാണത്തിനൊക്കെ ഓക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ പോവാ എനിക്ക് മനസ്സിലായി, ഞങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എപ്പോഴും അടിയായിരിക്കും, അത് ഞങ്ങളുടെ ബിസിനസ്സിനെ പോലും ഭയങ്കരമായിട്ട് ബാധിക്കുമെന്ന്. അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മുടെ ഹാസിനി അവിടെ ഓപ്പണായിട്ട് പറയും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നത് നമ്മുടെ ജയ്ഹോയ്ക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്തുവാന്ന് പോലും മനസ്സിലാവത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ജോയും അതേപോലെ തന്നെ യൂബിനും യുവാനും ജെനിയും ഇവരെല്ലാവരും എഴുന്നേറ്റിട്ട് പറയും, ഞങ്ങൾക്കും ആർക്കും ഈ കല്യാണത്തിനോട് താല്പര്യമില്ല എന്ന്. അങ്ങനെ നമ്മുടെ ജയ്ഹോയുടെയും ഹാസിനിയുടെയും കല്യാണം നല്ല സൂപ്പറായിട്ട് തകർന്നു പോകും. അത് കഴിഞ്ഞ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ്ഹോ ഭയങ്കര സന്തോഷത്തിൽ പുറത്തേക്ക് ഓടുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഹാസിനിക്ക് ഒരു കോളും വരും. അതായത് ജിയേനെ ആണെങ്കിൽ അവളുടെ ബോഡി ഗാർഡ്സ് രക്ഷപ്പെടുത്തി എന്ന്. നമ്മുടെ ഹാസിനി എന്ത് ചെയ്യുമെന്നറിയാവോ, ജിയേനെ അവൾക്ക് സ്വന്തമായിട്ടുള്ളൊരു കപ്പലിനകത്ത് കൊണ്ടു നിർത്തും. അതേപോലെ തന്നെ ജയ്ഹോനെ അവിടേക്ക് പറഞ്ഞു വിടും. നമ്മുടെ ജയ്ഹോ ഓടി വന്നിട്ട് ജിയേനെ കെട്ടിപ്പിടിക്കും. ഇവിടെ എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാസിനി ഇവർക്ക് രണ്ടുപേർക്കും ഹണിമൂൺ ട്രിപ്പ് പോകുന്നത് പോലെ നല്ലൊരു സ്ഥലത്തേക്ക് ട്രിപ്പ് പറഞ്ഞ് വിട്ടിരിക്കുക. അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ഹാപ്പി എൻഡിങ് കിട്ടും. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ജെനിക്ക് ഭയങ്കര സങ്കടമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഫ്രണ്ടിന് ഇത്രയും നല്ലൊരു ഹാപ്പി എൻഡിങ് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട്. അങ്ങനെ നമ്മുടെ ജെനിയാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് കരയാൻ തുടങ്ങും. ഇതൊക്കെ കാണുന്ന യുവാൻ പറയും, നീ ഒന്ന് കരച്ചിൽ നിർത്തുമോ, കരഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും ഞാൻ കാരണമാണ് നീ ഇങ്ങനെ നടന്ന് കരയുന്നേ എന്ന്, അതുകൊണ്ട് നീ വേഗം കരച്ചിൽ നിർത്ത്. അങ്ങനെ നമ്മുടെ യുവാനാണെങ്കിൽ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ നമ്മുടെ ജെനി വന്നിട്ട് വീണ്ടും അവളുടെ ആ പോട്ടറി ടീച്ചറില്ലേ അവരെ കാര്യം പറയാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ യുവാനാണെങ്കിൽ അവിടെ ഒരു സത്യം പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ രണ്ടുപേരുടെ റിലേഷൻഷിപ്പിൻ്റെ ഫസ്റ്റ് വാലന്റൈൻസ് ഡേയുടെ അന്ന് ആ ടീച്ചറാണെങ്കിൽ ഇവനെ കാണാൻ വേണ്ടി വന്നിട്ട് ഇവനാണെങ്കിൽ ഒരു ലെറ്റർ കൊടുത്തായിരുന്നു. എന്നിട്ട് പറയും, ഈ സ്ഥലത്തേക്ക് നീ മറക്കാതെ എത്തണം എന്ന്. അങ്ങനെ നമ്മുടെ യുവാനാണെങ്കിൽ ആ ലെറ്ററും വാങ്ങി വെച്ചിട്ട് അത് തുറന്നു നോക്കത്തില്ല. അവിടെ ഇരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് അവൻ്റെ അമ്മ വിളിച്ചിട്ട് പറയും, നിന്റെ ചേട്ടൻ ഇവിടെ ഇല്ല, അവനാണെങ്കിൽ ദേഷ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യുവാന് ഭയങ്കര ദേഷ്യം വരും. അവൻ എന്ത് വേണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൻ ദേഷ്യത്തിൻ്റെ പുറത്തിൽ ഗ്ലാസും വെള്ളം എടുക്കാൻ നേരത്ത് അവൻ്റെ കയ്യിലിരുന്ന ഗ്ലാസും വെള്ളം അവിടെ നിന്നൊരു ന്യൂസ് പേപ്പറിനകത്ത് ചരിഞ്ഞ് വീഴും. സത്യത്തിൽ ഈ ന്യൂസ് പേപ്പറിൻ്റെ മുകളിലായിരുന്നു കേട്ടോ നമ്മുടെ ടീച്ചർ കൊടുത്ത ആ ലെറ്ററും ഉണ്ടായിരുന്നേ. അവനാണെങ്കിൽ അത് ശ്രദ്ധിക്കാതെ ആ ന്യൂസ് പേപ്പർ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലും എടുത്തിടും. അങ്ങനെയാണ് നമ്മുടെ യുവാനാണെങ്കിൽ അവർ പറഞ്ഞ സ്ഥലത്ത് പോവാതെ ആയി പോന്നെ. അവനാണെങ്കിൽ ആ സ്ഥലം പോലും വായിച്ചില്ലായിരുന്നല്ലോ. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജോയിനെയാണ്. അവൻ ഭയങ്കര ചിന്തയിലായിരുന്നു. അവനറിയത്തില്ല ഇപ്പോൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ജയ്ഹോനെ കാണാൻ വേണ്ടിയിട്ട് വന്നില്ലായിരുന്നോ. ആ സമയത്ത് നമ്മുടെ ജോയ് ആണെങ്കിൽ ജയ്ഹോനെ എടുത്തിട്ട് അടിക്കും. അങ്ങനെ എടുത്തിട്ട് അടിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജയ്ഹോ അവനടുത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതം എങ്ങനെ പോകുമെന്ന് എനിക്ക് അറിയത്തില്ല, ഒരുപക്ഷെ ഞാൻ ഹാസിനെ കല്യാണം കഴിക്കേണ്ടതായിട്ട് വരും. ഞാൻ പ്ലാൻ ചെയ്ത പോലെ ഒന്നും ഒരിക്കലും എൻ്റെ ജീവിതം പോകുന്നതേ ഇല്ല. അതുകൊണ്ട് എൻ്റെ ഹാസിനുടെയും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ ഉറപ്പായിട്ടും ജിയനെ പൊന്നുപോലെ നോക്കണം. ഈ ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് നിന്നെയാണ്. അപ്പോൾ നീ അവളെ നല്ലതുപോലെ നോക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയ്ഹോയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ജിയേനെ നമ്മുടെ ജോയ്ക്ക് കൊടുക്കാൻ പോലും റെഡി ആയിട്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജോയിനെയാണ്. അവനാണെങ്കിൽ ഇരുന്നിട്ട് ആലോചിക്കും,
അതായത് ഏറ്റവും നല്ലൊരു അവസരമായിരുന്നു അവൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ പോയത് എന്ന്. സത്യത്തിൽ ജയഹോയുടെ കല്യാണം നടക്കാനായിട്ട് പോയതല്ലായിരുന്നോ? അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് അവനെ കാണാൻ വേണ്ടിയിട്ട് ഹാസിനി വരും. എന്നിട്ട് അവൾ അവൻ്റെ അടുത്ത് ഒരുപാട് സംസാരിക്കും. ഹാസിനി പറയും, ഞാൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജയഹോനെയാണ്, അതേപോലെ തന്നെ എനിക്കറിയാം നിനക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം ജിയേനെയാണ് എന്ന്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾ നല്ലതുപോലെ സന്തോഷമായിട്ടിരിക്കുന്ന കണ്ട കിട്ടുന്നൊരു സന്തോഷമില്ലേ, അത് വേറെ ലെവലാണ്. ഞാനിപ്പോൾ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് എൻ്റെ പ്രശ്നങ്ങളൊക്കെ എന്നെ പോലെ തന്നെ സഫർ ചെയ്യുന്ന ഒരാളെടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. ഇനി മുതൽ നമുക്ക് രണ്ടുപേർക്കും ടച്ചിലിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഹാസിനിയാണെങ്കിൽ ജോയ്ക്ക് കൈ കൊടുക്കും. എന്നിട്ട് പറയും, ഞാൻ ഇന്ന് തന്നെ അമേരിക്കയ്ക്ക് പോവുക എന്ന്. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജിയയും ജയഹോയും ഇല്ലേ, അവർ രണ്ടൊരു ഹാസിനി പറഞ്ഞ സ്ഥലത്തിലേക്ക് വരുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ ഹാസിനി അവരെ കാണാൻ വേണ്ടിയിട്ട് വരും. നമ്മുടെ ജിയ ആണെങ്കിൽ ഹാസിനിയുടെ ബോഡി ഗാർഡ്സിനെ കാണുന്നതും അവൾ പറയും, എനിക്കും ഹാസിനിയെ പോലൊരു ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടിയാൽ ഒരുപാട് സന്തോഷമേ ഉള്ളൂ എന്ന്. ഇതാണെങ്കിൽ ആ ബോഡി ഗാർഡ്സ് വന്ന് നമ്മുടെ ഹാസിനി എടുത്ത് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം കാണിക്കുന്ന നമ്മുടെ ജയഹോനും ജിയനെയും തന്നെ. അവിടെ നമ്മുടെ ഹാസിനിയാണെങ്കിൽ ജയഹോയ്ക്കും ജിയയ്ക്കും വേണ്ടിയിട്ട് നല്ലതുപോലെ ഡെക്കറേറ്റ് ചെയ്ത റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന നമ്മുടെ ജയഹോയും ജിയയും ഒരുമാതിരിയാവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. രണ്ടുപേരും ഡാൻസൊക്കെ കളിക്കും. അപ്പോൾ നമ്മുടെ ജിയ ആണെങ്കിൽ ജയഹോട് ചോദിക്കും, നീ എന്താ എന്നെ ചൂസ് ചെയ്തത്? എനിക്കാണെങ്കിൽ പണമില്ല, സൗന്ദര്യമില്ല, ഒന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മുടെ ജയഹോ പറയും, എൻ്റെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉണ്ട്, എന്നാൽ എൻ്റെ അടുത്ത് ഇല്ലാത്ത ഒരേ ഒരു സംഭവമേ ഉള്ളൂ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷമാണ്. അത് ഞാൻ നിന്നിൽ നിന്ന് മാത്രം അനുഭവിച്ചിട്ടുള്ളത്. എനിക്കൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ഏത് വിധേനെ സ്വന്തമാകും, അതാണ് എൻ്റെ ക്യാരക്ടർ എന്നൊക്കെ നമ്മുടെ ജയഹോ പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നല്ല റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന അടുത്ത ദിവസം ഇവരൊരുമാതിരി മാനിക്യൂറോ പെഡിക്യൂറോ കണക്കത്തെ എന്തൊക്കെയോ സംഭവം ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ F4 ബാക്കിയുള്ള 3 പേരില്ലേ, അവരും അതേപോലെ തന്നെ ജിനിയും വരുന്നതാണ്. അങ്ങനെ ഇവർ ഇത്രയും പേരോട് ചേർന്നിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയെ ആണെങ്കിൽ ജോയിനെ വന്ന് കണ്ട് സംസാരിക്കുന്നത്. ആ സമയത്ത് നമ്മുടെ ജോയ് ആണെങ്കിൽ അവൾക്കൊരു സംഭവം കൊടുക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിനെ നമ്മുടെ ഹാസിനി കാണാൻ വന്നില്ലായിരുന്നോ, അപ്പോൾ അവൾ അവൻ്റെ കയ്യിൽ നമ്മുടെ ജിയയുടെ ആ ചെയിൻ കൊടുത്തായിരുന്നു. എന്നിട്ട് ഹാസിനി പറയും, ആദ്യമേ ഇതിനകത്ത് ജയ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ജോയും അതേപോലെ തന്നെ ജിയയും ആണെന്ന്. പിന്നീട് എനിക്ക് മനസ്സിലായ അത് ജയഹോ ലവ് ജിയയാണ് എന്ന്. അങ്ങനെ അവൾ അതും കൊടുത്തിട്ട് അവിടെ നിന്ന് പോവും. ഈ സംഭവമാണ് നമ്മുടെ ഇപ്പോൾ ജോ ജിയയ്ക്ക് കൊടുക്കുന്നത്. എന്നിട്ട് അവൻ പറയും, അതായത് നമ്മുടെ ഹാസിനി ഇപ്പോൾ അമേരിക്കയ്ക്ക് പോകാൻ പോവുക എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജയഹോയും കൂടി ഹാസിനിനെ കാണാൻ വേണ്ടിയിട്ട് വേഗം തന്നെ എയർപോർട്ടിലോട്ട് വരും. അപ്പോൾ നമ്മുടെ ഹാസിനി ഇവിടെ ഭയങ്കര സങ്കടത്തിലായിരുന്നു. അവൾ വിചാരിക്കും, എന്നെ കാണാൻ വേണ്ടി ജിയ വരുമോ ഇല്ലയോ എന്ന്. അങ്ങനെ ഇരിക്കാൻ നേരത്ത് നമ്മുടെ ജിയ ഓടി വന്നിട്ട് പറയും, നീ എപ്പോഴും പറയുന്നത് ഞാൻ നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്നല്ലേ, എന്നിട്ടെന്താ നീ എൻ്റെ അടുത്ത് ഒരു വാക്ക് പോലും പറയാതെ ഇവിടെ നിന്ന് പോകാൻ പോകുന്നേ എന്ന്. ഇതൊക്കെ കേൾക്കുന്ന ഹാസിനി പറയും, എനിക്ക് ഉറപ്പായിരുന്നു നിങ്ങൾ രണ്ടുപേരും എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രയും നേരം വെയിറ്റ് ചെയ്തതെന്നൊക്കെ നമ്മുടെ ഹാസിനി പറയും. അങ്ങനെ അവസാനം അവളാണെങ്കിൽ നമ്മുടെ ജിയനെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് ഒരുങ്ങും. അവൾ ഫ്ലൈറ്റിൽ കയറുന്നേ നമ്മുടെ ജയഹോ ആയിട്ട് സ്പെൻഡ് ചെയ്ത ഓരോരോ ക്യൂട്ട് മൊമെൻറ്റ്സ് ഒക്കെ ആലോചിക്കും. എന്നിട്ട് അവൾ അവസാനം പറയും, ജീവിതകാലത്തിൽ ഒരിക്കലും ഞാൻ നിന്നെ ലവ് ചെയ്യുന്നത് നിർത്താൻ പോകുന്നില്ല, ഞാൻ നിന്നെ ലവ് ചെയ്തുകൊണ്ടേ ഇരിക്കുമെന്ന്. അങ്ങനെ നമ്മുടെ ഹാസിനി അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയില്ലേ. നമ്മുടെ ജയഹോയാണെങ്കിൽ ജിയനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്യുന്നതും അവിടെയായിട്ട് നമ്മുടെ ജയഹോയുടെ അമ്മ അവനെ ഹോം അറസ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. നമ്മുടെ ജയഹോയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അതേപോലെ തന്നെ നമ്മുടെ ജിയനെ കാണിക്കും. അവൾ വിചാരിക്കും, ഇനി എനിക്ക് ഒരിക്കലും ജയഹോയുടെ വീട്ടിൽ താമസിക്കാൻ ഒക്കത്തില്ല, എങ്ങനെയെങ്കിലും എനിക്ക് വേറെ വീട്ടിലോട്ട് താമസം മാറണമെന്ന്. അപ്പോൾ നമ്മുടെ ജെനി പറയും, നീ എന്തിനാ ഇത്ര സങ്കടപ്പെടുന്നേ, നീ എൻ്റെ വീട്ടിലോട്ട് വാ, ഞാൻ നിന്നെ നല്ലതുപോലെ നോക്കിക്കോളാം. അപ്പോൾ നമ്മുടെ ജിയ പറയും, അങ്ങനെ ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ജയഹോയുടെ അമ്മ അറിഞ്ഞ് നിൻ്റെ വീട്ടുകാർക്ക് അതിനുള്ള പ്രശ്നം നേരിടേണ്ടതായിട്ട് വരും, അതുകൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരത്തില്ല എന്ന് നമ്മുടെ ജിയ പറയും. എന്നിട്ട് അവൾ ആലോചിക്കും, അവളുടെ സാധനങ്ങളൊക്കെ നമ്മുടെ ജയഹോയുടെ വീട്ടിലിരിക്കുമല്ലേ, അവളെ എങ്ങനെ അതൊക്കെ പോയി എടുക്കുമെന്നും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ജയഹോയുടെ അമ്മ അവളുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് പറയും, നീ ഇനി എൻ്റെ വീട്ടിലോട്ട് നിൻ്റെ സാധനം എടുക്കാൻ വരേണ്ട ഒരാവശ്യവും ഇല്ല എന്ന്. കൂടെ തന്നെ അവർ പറയും, നിന്നെപ്പോലൊരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല, നീ ആണെങ്കിൽ എന്തെല്ലാം ചെയ്തു, ഞാൻ നിന്നെ അത്ര നിസ്സാരമായിട്ട് എടുത്തതല്ലായിരുന്നു, എന്നാലും നിന്നെ കാരണം എൻ്റെ കമ്പനി ഇപ്പോൾ എന്തുമാത്രം ലോസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്നറിയാവോ. എൻ്റെ ഭർത്താവ് മരിച്ചപ്പോൾ പോലും ഞാനാണെങ്കിൽ കമ്പനീനെ നമ്പർ 1 പൊസിഷനിൽ തന്നെ വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിങ്ങും എല്ലാം ഇടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്, നിന്നെ കാരണമാണ് അതൊക്കെയെന്ന് നമ്മുടെ ജയഹോയുടെ അമ്മ ജിയെടുത്ത് പറയും. അവളിതൊക്കെ കേട്ടിട്ട് ഒരുമാതിരി നിൽക്കും. കറക്റ്റായിട്ട് നമ്മുടെ ജോയുടെ അപ്പൂപ്പൻ വന്നിട്ട് പറയും, എൻ്റെ
മരുമോളെ പറ്റി നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്? അവളെ എൻ്റെ ചെറുമോൻ കല്യാണം കഴിക്കാൻ പോവുക എന്ന് പറയും. ഇത് കേൾക്കുന്നേ എല്ലാവരും ഷോക്കായി പോവും. സത്യത്തിൽ നമ്മുടെ ഈ അപ്പൂപ്പൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇവക്ക് ജയഹോനെ അല്ല ഇഷ്ടം, ജോയിനെയാണ് ഇഷ്ടമെന്നാ. അവർ രണ്ടുപേരും ഇഷ്ടത്തിലാണെന്നൊക്കെയാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അയാൾ പറയും, എൻ്റെ ജിയമോളെ പോലത്തെ ഒരു പെങ്കൊച്ചിനെ ഞാൻ ഈ ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ല. അവളെ പോലെ ഇത്രയും നല്ല പെങ്കൊച്ച് ഈ ലോകത്തിലേ കാണത്തില്ല. അവൾ എൻ്റെ മരുമോളാവാൻ പോവുക, ആവശ്യമില്ലാതെ അവളെ ഓരോന്ന് പറയണ്ടെന്നൊക്കെ നമ്മുടെ ഈ അപ്പൂപ്പൻ പറയും. ഇതൊക്കെ കേൾക്കുന്ന ജയഹോയുടെ അമ്മ അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയിയുടെ അപ്പൂപ്പനില്ലേ, ഡയറക്റ്റായിട്ട് നമ്മുടെ ജിയേനെ അവരുടെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. ജിയയ്ക്കും ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നോ, അവളും അങ്ങ് ഒരുമാതിരിയായിപ്പോ. ഇത് കാണുന്നേ നമ്മുടെ ജോയ്ക്കും ഭയങ്കര സന്തോഷവും, കൂടെ തന്നെ അവന് ചെറിയൊരു സങ്കടവും ഉണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്ന നമ്മളുടെ ജിയേനെ ഇല്ലേ, ജയഹോയുടെ ആ പിയെ ആണെങ്കിൽ വിളിച്ചോണ്ട് പോകുന്നതാണ്. അയാളാണെങ്കിൽ ഒരു കോമാ സ്റ്റേജിൽ കിടക്കുന്ന ആളുടെ അടുത്തേക്ക് നമ്മുടെ ജിയനെ കൊണ്ടുവരും. എന്നിട്ട് പറയും, ഇയാളെ നീ നല്ലതുപോലെ പരിപാലിക്കണം, ഇയാൾക്ക് എല്ലാ ദിവസവും കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് നല്ലതുപോലെ ശുശ്രൂഷിക്കണം എന്നൊക്കെ പറയും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ജിയയ്ക്ക് ഒന്നും മനസ്സിലാവത്തില്ല. പെട്ടെന്ന് അവൾ ഓക്കെ പറയും. എന്നിട്ട് പറയും, പൈസയ്ക്ക് വേണ്ടിയിട്ടൊന്നുമല്ല ഞാനിത് ഓക്കെ പറയുന്നത്, എനിക്കെന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്ന്. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജിയാണെങ്കിൽ ഈ വയ്യാതെന്ന് പറഞ്ഞ് കിടക്കുന്ന ആളില്ലേ, അയാളെ നല്ലതുപോലെ നോക്കുന്നതാണ്. ഇതൊക്കെ കണ്ടിട്ട് ആ പി എയും ഭയങ്കരമായിട്ട് സന്തോഷിക്കും. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പി എ വന്നിട്ട് ജയോ എടുത്ത് പറയും, ഇപ്പോൾ ജിയ ആണെങ്കിൽ ജോയുടെ കൂടെ വീട്ടിലാണ് നിൽക്കുന്നേ എന്ന്. അത് കേൾക്കുന്നേ നമ്മുടെ ജയോയ്ക്ക് ഭയങ്കര സമാധാനവും. അവനങ്ങനെ നേരെ നമ്മുടെ ജോയ്ക്ക് മെസ്സേജ് അയക്കും, ജിയനെ നിങ്ങളുടെ വീട്ടിൽ താമസിപ്പിച്ചതിന് ഒരുപാട് താങ്ക്സ് എന്ന്. ഇത് നമ്മുടെ ജോ വായിക്കും. പിന്നീട് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജിയ ആണെങ്കിൽ സ്വന്തമായിട്ടിരുന്ന് മുടി വെട്ടാൻ നോക്കുന്നതാണ്. എന്നാൽ അവളെ കൊണ്ട് പറ്റത്തില്ല. അങ്ങനെ നമ്മുടെ ജോ വന്നിട്ട് അവൾക്ക് നല്ലതുപോലെ ഹെയർ കട്ടൊക്കെ ചെയ്തു കൊടുക്കും. അതിനുശേഷം നമ്മുടെ ജിയ ആണെങ്കിൽ ജോ കാറൊക്കെ ക്ലീൻ ചെയ്യുന്ന കണ്ടിട്ട് അവനെ ചെന്ന് ഹെൽപ്പ് ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. എന്നിട്ട് അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കുകയൊക്കെ ചെയ്യും. ഇപ്പോൾ ഇവർ രണ്ടുപേരും നല്ല സന്തോഷത്തിലായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ജോ ആണെങ്കിൽ അവിടെ ഇരുന്നൊരു ബുക്ക് വായിക്കാൻ നേരത്ത് അവൻ്റെ അടുത്തായിട്ട് തന്നെ നമ്മുടെ ജിയയും ഉണ്ടായിരുന്നു. ഇത് കാണുന്നതും ജോ നമ്മുടെ ജിയ അടുത്ത് പറയാൻ തുടങ്ങും, ജിയ എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയണം, കുറേ നാളായിട്ട് ഞാനിത് പറയണം എന്ന് ആഗ്രഹിച്ചതാ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ജോ ആണെങ്കിൽ ഡയറക്റ്റായിട്ട് ജിയ എടുത്ത് ഇഷ്ടമാണെന്ന് പറയും. അങ്ങനെ അവനാണെങ്കിൽ ജിയനെ തിരിഞ്ഞു നോക്കുന്നേ കാണാൻ ജിയ അവിടെ നിന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ നമ്മുടെ ജോ വിചാരിക്കും, ഞാൻ എത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞേക്കാം വെറുതെ ആയല്ലോ എന്ന്. അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജയഹോ ഇല്ലേ, അവനെ കാണാൻ വേണ്ടിയിട്ട് യൂബിൻ വരുന്നതാണ്. അവൻ വിചാരിക്കും എങ്ങനെയെങ്കിലും ജയഹോനെയും ജിയനെയും തമ്മിൽ മിണ്ടിപ്പിക്കണം എന്ന്. അങ്ങനെ നമ്മുടെ യൂബിനാണെങ്കിൽ ജയഹോനെയും കൊണ്ട് പുറത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങും. എന്നാൽ നമ്മുടെ ജയഹോയുടെ ബോഡി ഗാർഡ്സ് ഇല്ലേ, അവരാരും ജയഹോനെ പുറത്തേക്ക് വിടാൻ റെഡി ആവത്തില്ല. അപ്പോൾ ജയഹോ പറയും, ഞാൻ വേറെ എവിടേക്കും അല്ല പോകുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അങ്ങനെ എത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ നിങ്ങളും എന്നെ ഫോളോ ചെയ്ത് വന്നോ. അങ്ങനെ നമ്മുടെ ജയഹോനെ അവൻ്റെ ബോഡി ഗാർഡ്സ് പോകാനായിട്ട് സമ്മതിക്കും. കൂടെ തന്നെ അവർ ഇവനെ ഫോളോ ചെയ്ത് വരികയും ചെയ്യും. നമ്മുടെ യൂബിനാണെങ്കിൽ ഒരുപാട് അണ്ടർഗ്രൗണ്ടിലുള്ള ആൾക്കാരായിട്ടൊക്കെ ഭയങ്കര ബന്ധമല്ലേ. അങ്ങനെ നമ്മുടെ യൂബിൻ വിളിച്ചിട്ട് പറയും, എൻ്റെ വണ്ടീനെ കുറച്ച് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയെങ്കിലും വന്നിട്ട് അവരെ ഒന്ന് ഡൈവേർട്ട് ചെയ്യണം എന്ന്. അതേപോലെ തന്നെ നമ്മുടെ ജിയനെ കാണിക്കും. അവളാണെങ്കിൽ അവിടെ ക്ലിനിക്കിൽ നിൽക്കാൻ നേരത്ത് ഒരു ലേഡി വന്നിട്ട് പറയും, എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകണം, അതുവരേക്കും നീ എൻ്റെ മോനെ ഒന്ന് നോക്കുമോ എന്ന്. അങ്ങനെ നമ്മുടെ ജിയ ആണെങ്കിൽ അവസാനം ആ കൊച്ചു കൊച്ചിനെ നോക്കാൻ വേണ്ടിയിട്ട് ഏറ്റെടുക്കും. ആ ടൈമിൽ കറക്റ്റായിട്ട് നമ്മുടെ ജയഹോ വിളിച്ചിട്ട് പറയും, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം വരെ വന്നിട്ടുണ്ട്, നീ എവിടേക്കാന്ന് വെച്ചാൽ പുറത്തേക്ക് വാ, നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ നമ്മുടെ ജിയ പറയും, അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും സൂവിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന്. അങ്ങനെ നമ്മുടെ ജയഹോവിനെ കാണാൻ വേണ്ടിയിട്ട് ജിയ വരുന്നതും അവ ശ്രദ്ധിക്കും, അവളുടെ കയ്യിലായിട്ടൊരു കൊച്ചു ഉണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ജയഹോ പറയും, എനിക്ക് അപ്പോഴേ തോന്നി നീ എൻ്റെ അടുത്ത് സൂവിൽ വാ എന്ന് പറഞ്ഞപ്പോഴേ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. ഇത് ഏതാ കൊച്ച്, നീ ഇവനെ എന്താ ദത്തെടുത്തോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയഹോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ ജിയ പറയും, അതൊന്നുമല്ല, അവിടെ ഒരു ലേഡി വന്നിട്ട് ഇവനെ നോക്കാൻ ഏൽപ്പിച്ചതാ, ഞാനിവനെ നോക്കാമെന്ന് ഏറ്റെടുക്കുകയും ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇവനെയും കൊണ്ടുവന്നത്. നിനക്ക് വേണമെങ്കിൽ നമുക്ക് രണ്ടുപേർക്ക് ഔട്ടിങ്ങിന് പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവനെ ഇവിടെയുള്ള സൂ എല്ലാം ചുറ്റിക്കറങ്ങി കാണിക്കാം. അവസാനം നമ്മുടെ ജയഹോ അതിന് സമ്മതിക്കും. അങ്ങനെ ഇവരും മൂന്നുപേരും കൂടി അവിടെ നല്ലതുപോലെ അടിച്ചു പൊളിക്കും. സത്യം പറഞ്ഞാൽ ഇവരെ മൂന്നുപേരെയും കാണുമ്പോൾ നമുക്ക് തോന്നും ഒരു ഫാമിലിയാണ് എന്ന്, അതായത് അച്ഛനും അമ്മയും മോനും. അവിടെ നമ്മുടെ ജയഹോയ്ക്ക് ഭയങ്കര ജലസായിരുന്നു. അവനാണെങ്കിൽ കൊച്ചു കൊച്ചിനെ നമ്മുടെ ജിയയുടെ അടുത്ത് നിൽക്കാൻ പോലും സമ്മതിക്കത്തില്ല, എപ്പോഴും അവനെ തള്ളി മാറ്റിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഇവർ മൂന്നുപേരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഇത് കാണാനും നല്ല ക്യൂട്ടാണ്. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.